ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ്? ഉത്തരം SBI. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ ആരാണ്? നിതിൻ ഗുപ്ത. 2025 ജൂലൈയിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച താരമാരാണ്? ഉത്തരം ആന്ദ്രെ റസൽ. 2025 ജൂലൈയിൽ അന്തരിച്ച അമേരിക്കൻ ഗാനരചയിതാവ് ആരാണ്? ഉത്തരം അലൻ ബെർഗ് മാൻ. ലോകത്തിൽ ആദ്യമായി പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി ആരംഭിച്ച രാജ്യമാണ് ഇന്ത്യ. പൂർണ്ണമായും ട്രസ്റ്റിഷിപ്പ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യത്തെ തുറമുഖം ഏതാണ്? ഉത്തരം വിഴിഞ്ഞം. 2025 മേയിൽ ഇന്ത്യ നടത്തിയ സിവിൽ ഡിഫൻസ് അഭ്യാസം ഓപ്പറേഷൻ അഭ്യാസാണ്. 2025 മേയിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് രോഹിത് ശർമ്മ. 2025 മേയിൽ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യമാണ് നിക്കരാഗ്വെ. അമർനാഥ് തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ശിവ. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ബീഹാർ ആണ്. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് വിവരങ്ങൾക്കായി ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇസിനെറ്റ്. ECINET. ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് BR ഗവായി ആണ്. മുഴുവൻ പേര് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിലുള്ള ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായകയാണ് പായൽ കപാഡിയ. ഇന്ത്യയിലെ ആദ്യ പോളാർ മ്യൂസിയം നിലവിൽ വരുന്നത് ഗോവയിലാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്രിക്കറ്റിൽ IPL സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്ത ദിവസം 2025 മെയ് 2. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരമാണ് കോഴിക്കോട്.